വെൽക്കം ടു ക്രിപ്റ്ററിവ അൺലീഷിംഗ് പോസിബിലിറ്റീസ്. www.cryptoriva.com എന്നാണ് ഡൊമൈൻ നെയിം. എബൌട്ട് അസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന ട്രേഡിംഗ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മാനേജ്മെന്റിൽ ടിം ജോൺസ് ആണ് ഇതിന്റെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മിഷൻ ആൻഡ് വിഷൻ വളരെ വ്യക്തമായി ഇവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ PDF-ലും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ റിയൽ സർട്ടിഫിക്കറ്റ്, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ മൊണ്ടാനയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ജെന്യൂൻ കമ്പനിയാണ് ഇത്. അതുപോലെ തന്നെ ഒണ്ടാരിയോ കാനഡയിലും ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ റവന്യൂ ക്രിയേഷൻ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ഫോറക്സ് ട്രേഡിംഗ് ഉണ്ട്, ക്രിപ്റ്റോ AI ട്രേഡിംഗ് ഉണ്ട്, ആർബിട്രേജ് ട്രേഡിംഗ് ഉണ്ട്, കോപ്പി ട്രേഡിംഗ് ഉണ്ട്. 4 രീതിയിലുള്ള ട്രേഡിംഗിലൂടെയാണ് ഇവർ വരുമാനം കണ്ടെത്തുന്നത്. ആ വരുമാനമാണ് ഇതിന്റെ ഇൻവെസ്റ്റേഴ്സിനായിട്ട് കൊടുക്കുന്നത്. ഫോറക്സ് ട്രേഡിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ക്രിപ്റ്റോ ട്രേഡിങ്ങും ഇതിനകത്ത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ല ഇൻകം ഏൺ ചെയ്യുന്നതിന് വേണ്ടിയുള്ള. ക്രിപ്റ്റോ കറൻസി ട്രേഡിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ക്രിപ്റ്റോ കറൻസി 24 മണിക്കൂറുമാണ് ഇതിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. അതേസമയം ഫോറക്സ് ആണെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ആണ് അതിന്റെ ട്രേഡിംഗ് ഉള്ളത്. ഇനി പാർട്ട്ണർ പാക്കേജുകൾ, ഇവിടെ 3 രീതിയിലുള്ള പാക്കേജുകളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ പാക്കേജ് എന്ന് പറയുന്നത് സിൽവർ പാക്കേജ് ആണ്. മിനിമം $100 മുതൽ $999 വരെയാണ്. അപ്പൊ ഇതിന്റെ മന്ത്ലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിവാർഡ് എന്ന് പറയുന്നത് 6% മന്ത്ലി ഈ ഒരു സിൽവർ പാക്കേജ് എടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ഗോൾഡ് പാക്കേജ് എന്ന ഒരു പാക്കേജ് ആണ്. അത് മിനിമം എമൗണ്ട് $1000 മുതൽ $2499 വരെയുള്ള ഒരു പാക്കേജ് ആണിത്. ഇവിടെ മന്ത്ലി റിവാർഡ്സ് ആയിട്ട് ലഭിക്കുന്നത് 10% ആണ്. മൂന്നാമത്തെ പാക്കേജ് ആണ് എലൈറ്റ് എന്ന് പറയുന്നത്. ഇത് $2500 മുകളിൽ 10% ആണ്. മൂന്നാമത്തെ പാക്കേജ് ആണ് എലൈറ്റ് എന്ന് പറയുന്നത്. ഇത് $2500 മുകളിലുള്ള പാക്കേജ് ആണിത്. 12% അവിടെ മന്ത്ലി റിവാർഡ്സ് ആയിട്ട് ലഭിക്കുന്നത്. ഇനി റിവാർഡ്സ് മന്ത്ലി പറഞ്ഞു 100 മുതൽ 999 വരെയാണെങ്കിൽ 6%. അതായത് ഇവിടെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാം. 100, 250, 500, അതായത് 999 കീഴിലുള്ളതാണ്. അതുകൊണ്ട് 6% മന്ത്ലി പ്രോഫിറ്റ്. പിന്നെ $1000 ആണെങ്കിൽ 1000 മുതൽ 2499 വരെ, അതായത് 2500-ന് $1 കുറവ് വരെയുള്ള പാക്കേജ് ആണ് എടുക്കുന്നെങ്കിൽ 10% ആണ്. 2500-ന് മുകളിലുള്ള എത്ര എമൗണ്ട് ആണെങ്കിലും 12%, 12% ലഭിക്കുന്നത്. പക്ഷെ ഇത് മന്ത്ലി അല്ല റിലീസ് ആകുന്നത്. വീക്കിലി നിങ്ങൾക്ക് ഇത് വിഡ്രോ ചെയ്തെടുക്കാം. എങ്ങനെയാണ് വീക്കിലി വിഡ്രോ ചെയ്യുന്നത്? $100 ഇട്ട ഒരു വ്യക്തിയാണെങ്കിൽ മന്ത്ലി 6% പ്രോഫിറ്റ് ആണ്. വീക്കിലി പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1.5% വീക്കിലി എടുക്കാം. അങ്ങനെ 4 ആഴ്ച കൊണ്ട് 6%. 10%ന്റെ പാക്കേജ് ആണെങ്കിൽ 2.5% വീക്കിലി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അതുപോലെ തന്നെ എലൈറ്റ് പാക്കേജ് 2500-ന് മുകളിലുള്ള ഡോളറിന്റെ പാക്കേജ് ആണെങ്കിൽ 12% മന്ത്ലി ആണ്. പക്ഷെ അത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ വീക്കിലി 3% വീതം നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഈ ടീം റിവാർഡ്സ്, ഇവിടെ മന്ത്ലി ടീം റിവാർഡ്സ് ഉണ്ട്. ഇതാണ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക്, അതായത് ടീം ഡെവലപ്പ് ചെയ്ത് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അഥവാ മന്ത്ലി ടീം റിവാർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ചാർട്ടാണിത്. ഇവിടെ ലെവൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിൽവർ പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ 5 ലെവലുകളിൽ നിന്നുള്ള വരുമാനമാണ് അവിടെ ലഭിക്കുന്നത്. ഇനി ഗോൾഡ് പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികളാണെങ്കിൽ 6, 7, 8 അങ്ങനെ ടോട്ടൽ 8 ലെവലുകളിലെ വരുമാനം ലഭിക്കും. എലൈറ്റ് പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികൾക്കാണെങ്കിൽ വീണ്ടും 9ഉം 10ഉം ലെവലുകളൂടെ ലഭിക്കും. അതായത് 1 മുതൽ 10 വരെയുള്ള ലെവലുകളിലെ വരുമാനമാണ് എലൈറ്റ് പാക്കേജുകാർക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികൾ അവരാണ് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലെവലിൽ ചേർന്നിട്ടുള്ള വ്യക്തികൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 5% എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇത് എല്ലാ മാസവും ലഭിക്കുന്നതാണ്, ഒരു മാസം മാത്രമല്ല. മറ്റുള്ള പല കമ്പനികളും നമ്മൾ കണ്ടിട്ടുണ്ട് 1 ടൈം മാത്രമാണ് അവിടെ ഇൻകം ലഭിക്കുന്നത്, റെഫറൽ കമ്മീഷൻ അല്ലെങ്കിൽ റെഫറൽ ബോണസ് ലഭിക്കാറുള്ളത്. പക്ഷെ ഈ ഒരു പ്രൊജക്റ്റിൽ അങ്ങനെയല്ല, എല്ലാ മാസവും നമുക്ക് ഈ ഒരു പെർസെന്റേജ് ലഭിച്ചുകൊണ്ടിരിക്കും, മന്ത്ലി ലഭിക്കുന്നതാണ്. ഇത് 5%, 3%, 2%, 2%, 1% എന്ന് പറയുന്നത് വീണ്ടും ഇവരുടെ എമൗണ്ട് എന്ന് വരെ
വരെ ഇവിടെ ഹോൾഡ് ഉണ്ട്. അതുവരെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എല്ലാ മാസവും ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇനി സെക്കൻഡ് ലെവലിലുള്ള വ്യക്തികൾ, അവര് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് 3% ആണ്. പക്ഷേ ഇത് വൺ ടൈം പ്രോഫിറ്റ് ആയിട്ടല്ല ലഭിക്കുന്നത്, ഇത് മന്ത്ലി ആയിട്ടാണ് ലഭിക്കുന്നത്. മന്ത്ലി ആയിട്ട് ലഭിക്കുന്ന ഈ ഒരു റിവാർഡ് 4 ആഴ്ച കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡിപ്പെൻഡിൽ ഏത് ദിവസങ്ങളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് അത് മുതൽ 1 വീക്കിന്റെ കാൽക്കുലേഷൻ ചെയ്താണ് ഇതിന്റെ പ്രോഫിറ്റ് ജനറേറ്റ് ആകുന്നത്. അപ്പൊ വളരെ നല്ലൊരു സിസ്റ്റമാറ്റിക്കലി നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഇതിന്റെ ടീം റിവാർഡ്സ്, മന്ത്ലി റിവാർഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു റിവാർഡ്സ് 10 ലെവലുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എലൈറ്റ് പാക്കേജ് എടുക്കണം. 8 ലെവലുകളിലെ ബിസിനസിന്റെ റിവാർഡ്സ് ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് പാക്കേജ് ആയിരിക്കണം. നിങ്ങൾക്ക് ഒരു 5 ലെവലുകളിലെ മാത്രം ബെനിഫിറ്റ് മതി എങ്കിൽ നിങ്ങൾക്ക് സിൽവർ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഈ 5 ലെവലിലെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇനിയും ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം വിഡ്രോവൽ $10 ആണ്. വീക്ക്ലി വിഡ്രോവൽ ഈസ് അവൈലബിൾ ഫോർ റിവാർഡ്സ്. നമുക്കുള്ള റിവാർഡ്സിന് വീക്ക്ലി വിഡ്രോവൽ ആണ്. ടീം റിവാർഡ് ആർ പ്രൊവൈഡഡ് വീക്ക്ലി. ടീം റിവാർഡ് വീക്ക്ലി നമുക്ക് എടുക്കാൻ പറ്റും. മന്ത്ലി ആണ് ഇവിടെ ബെനിഫിറ്റ് പറയുന്നതെങ്കിലും വീക്കിലി ഡിസ്ട്രിബ്യൂഷൻ ആകും. എമൗണ്ട്സ് അപ് ടു 1000 ഹാവ് എ 90-day ലോക്കിംഗ് പീരീഡ്. നമ്മുടെ ക്യാപിറ്റൽ, അതായത് നമ്മൾ സിൽവർ പാക്കേജ് എടുത്തിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ അവർക്ക് 90 ഡേയ്സ് അവരുടെ ക്യാപിറ്റൽ ലോക്കിംഗ് പീരീഡ് ആണ്. അതുവരെ അവർക്ക് ക്യാപിറ്റൽ പിൻവലിക്കാൻ പറ്റത്തില്ല. 90 ഡേയ്സിന് ശേഷം നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് പിൻവലിച്ച് കൊണ്ടുപോകാം. അതേസമയം 1000-ന് മുകളിൽ ഉള്ള പാക്കേജ് ആണ് എടുക്കുന്നത് എങ്കിൽ ആ എമൗണ്ട് 180 ദിവസത്തേക്ക് ലോക്കിംഗ് പീരീഡ് ആണ്. 180 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. 180 ദിവസം അവർക്ക് ക്യാപിറ്റൽ അവിടെ ലോക്കാണ്. ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വളരെ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. നെറ്റ്വർക്ക് അല്ലെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നവർക്ക് വളരെ നല്ല അവസരമാണിത്.